ഹായ്. നമ്മുടെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലെ ഒരു ഗോത്രവർഗ നേതാവിന്റെ ചിത്രമുണ്ട്. ആരുടെയാണെന്നറിയോ? ബിർസ മുണ്ടയുടെ ചിത്രം. ബിർസ മുണ്ട. ആരായി ബിർസ മുണ്ട? 1899 1900 കാലഘട്ടത്തില് ആദിവാസി ഭൂമി സംരക്ഷണാർത്ഥം ബീഹാറിൽ ഒരു കലാപം നടന്നു. അവിടെയുള്ള ബീഹാറിലെ മുണ്ട എന്ന് പറയുന്ന വിഭാഗക്കാർ നടത്തിയ ഒരു കലാപം. ആ കലാപത്തിന് നേതൃത്വം കൊടുത്തയാളാണ് ബിർസ മുണ്ട. ആ കലാപത്തിന് വേറൊരു പേരുണ്ട്. ആ കലാപം അറിയപ്പെടുന്നത് ഉൽ ഗുലാൻ മൂവ്മെന്റ് എന്നാണ്. ഉൽ ഗുലാൻ മൂവ്മെന്റ് എവിടെയാണ് നടന്നത്? ബീഹാറില് ഉൽ ഗുലാൻ മൂവ്മെന്റ് എന്ന പേരിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായി. അത് 1899 1900 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആദിവാസി ഭൂമി സംരക്ഷണാർത്ഥം നടന്ന കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ബിർസ മുണ്ട. അപ്പോൾ മുണ്ട കലാപം എന്നും ആ കലാപം അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ആ മുണ്ടയുടെ ചിത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടുള്ള ഗോത്രവർഗ നേതാവിന്റെ ചിത്രം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സഫാഹൂർ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ട്. സബാഹാർ മൂവ്മെന്റ് ഇവിടെ നടന്നു. സബാഹർ മൂവ്മെന്റ് അത് നടന്നത് നമ്മുടെ ബീഹാറിലെ ചോട്ടാ നാഗ്പൂരിലാണ്. ബീഹാറിലെ ചോട്ടാ നാഗ്പൂർ മേഖലയുണ്ടല്ലോ, അവിടെ നടന്നൊരു കലാപമാണ് ഖേർവാർ മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാഫാഹാർ മൂവ്മെന്റ്. രണ്ട് പേരുണ്ട്, സാഫാഹാർ മൂവ്മെന്റ്, ഖേർവാർ മൂവ്മെന്റ്. അതിന് നേതൃത്വം കൊടുത്ത ആളുടെ പേര് ഭഗ്യത് മാഞ്ചി എന്നാണ്. ഭഗ്യത് മാഞ്ചിയുടെ നേതൃത്വത്തിൽ നടന്നൊരു കലാപമാണ്. ഈ സാന്താൾ വിഭാഗക്കാരുടെ ഇടയിൽ നടന്നൊരു കലാപമാണ് ഇത്. സാന്താൾ ഗോത്രക്കാർ നടത്തിയ കലാപം. അപ്പൊ ഞാൻ രണ്ട് ഗോത്രവർഗ കലാപങ്ങളുടെ പേരാ പറഞ്ഞത്. ഉൽഗുലാൻ മൂവ്മെന്റ് അല്ലെങ്കിൽ മുണ്ട മൂവ്മെന്റ്. മറ്റൊന്ന് ഏതാണ്? സാഫ മൂവ്മെന്റ് അല്ലെങ്കിൽ ഖേർവാർ മൂവ്മെന്റ്. ഇനി ഒരെണ്ണം കൂടെ പറയാം. കാച്ച നാഗ റിബല്യൻ എന്ന് പറഞ്ഞിട്ടൊരു കലാപം ഉണ്ടായി 1882 കാച്ച നാഗ റിബല്യൻ ഉണ്ടായത്. അസമിലെ കാച്ച മേഖലയിൽ നടന്നൊരു കലാപമാണ്. നടന്നൊരു കലാപമാണ്. അതിന് നേതൃത്വം നൽകിയ ആളുടെ പേര് സമ്പുദൻ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ സമ്പുദൻ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് കാച്ച നാഗ റിബല്യൻ നടന്നത്. അതെവിടെയാണ്? അത് അസാമിലാണ്. അപ്പോൾ 3 ഗോത്രവർഗ കലാപങ്ങൾ ഞാൻ ഇന്ന് പറയുകയുണ്ടായി. ഏതൊക്കെയാണ്? കച്ച നാഗ റിബല്യൻ 1, മറ്റൊന്ന് സാഫ മൂവ്മെന്റ്, മറ്റൊന്ന് ഉൽ ഗുലാൻ മൂവ്മെന്റ്.